ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മസ്റ്റായി മനസ്സിലാക്കിയിരിക്കണം SSC CGL എക്സാമിനെ കുറിച്ച്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ നിന്ന് വരുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ കുറിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും അട്രാക്റ്റീവ് എക്സാമായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും അട്രാക്റ്റീവ് പരീക്ഷയായ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയേണ്ടത് ഈ പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്, എത്രത്തോളം വേക്കൻസി ഈ പരീക്ഷയ്ക്ക് അവൈലബിൾ ആണ്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഏജ് ലിമിറ്റ്, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പരീക്ഷയെക്കുറിച്ച് അവയർനെസ് കുറവുണ്ട്. കാരണം നമ്മളെല്ലാവരും കുറേ ആളുകളും PSC എക്സാമുകളുടെ പുറകെ പോകുമ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറെ പോസ്റ്റുകളിലേക്ക് വിളിക്കുന്ന പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ചോദിക്കും, സാർ കേരളത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടുമോ? അപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക്, അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ അട്രാക്റ്റീവ് സിറ്റികളായ ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് പോലെയുള്ള മെയിൻ സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ധാരാളമുള്ള പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. എങ്ങനെ ഈ പരീക്ഷയെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ കൂടുതലായി അറിയാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് SSC CGL 2025 പരീക്ഷയെക്കുറിച്ച് എല്ലാ വർഷവും 2025 മാത്രമല്ല എല്ലാ വർഷവും ഈ പരീക്ഷ കൃത്യമായിട്ട് നടക്കും. അതാണ് ഈ പരീക്ഷയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, സ്റ്റാഫ് സെലക്ഷന്റെ കലണ്ടർ എല്ലാ വർഷവും ഡിസംബറിൽ നമുക്ക് കലണ്ടർ അനൗൺസ് ചെയ്യും. അപ്പോൾ ഒരു വർഷം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ CGL എക്സാം തന്നെ ഈ വർഷം തന്നെ രണ്ട് പരീക്ഷകൾ ഈ വർഷം തന്നെ നടക്കുകയും അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ അതാത് വർഷങ്ങളിൽ തന്നെ അറിയാനും ഉള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് SSC CGL അല്ലെങ്കിൽ SSC പരീക്ഷകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളിലേക്കും ഈ വിവരം എത്തണം. അതുകൊണ്ട് തന്നെ ഇത് മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ സഹോദരങ്ങളായ കുട്ടികളിലേക്കും ഒക്കെ മസ്റ്റായിട്ടും ഈ എക്സാമിനെ കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടോ, ഈ പരീക്ഷയെക്കുറിച്ച് അവർക്ക് കൃത്യമായി അറിയാമോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കുക. അതിന് ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തൊരു അവയർനെസ് ആയി അവരിലേക്ക് എത്തിക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് കേരളത്തിലെ എല്ലാ ആളുകളും ഈ എക്സാമിനെ കുറിച്ച് അറിയണം. ഈ എക്സാം എഴുതുന്നവരാണ്, നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാവുന്ന പരീക്ഷ. പെൺകുട്ടികളാണെങ്കിൽ സൗജന്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. പുരുഷന്മാരാണെങ്കിൽ 100 രൂപ കൊടുത്ത് നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് എക്സാമിന്റെ നെയിം എന്ന് പറയുന്ന SSC CGL 2025 എക്സാമാണ്. ഇത് നടത്തുന്നത് എന്താണ്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ആണ്. ഇതിന്റെ ഫുൾ ഫോം ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. SSCയുടെ ഫുൾ ഫോം ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അതിന്റെ CGLന്റെ ഫുൾ ഫോം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. പല ആളുകളും ചോദിക്കുന്നു, സാർ 2025 എപ്പോഴാണ് എക്സാം വരുന്നത്? നോക്കൂ, ഏപ്രിലോട് കൂടി നമുക്ക് എന്താണ് ഈ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. മക്കളെ, ഏപ്രിലോട് കൂടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ജൂൺ ജൂലൈയിൽ ഇതിന്റെ പരീക്ഷ നടക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായി സ്റ്റാർട്ട് ചെയ്താൽ 6 മാസത്തെ സമയം നമുക്ക് അവൈലബിൾ ആണ്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലുകൾ വഴിയും ദിശ അക്കാഡമിയുടെ 5ഓളം അക്കാഡമികളുണ്ട് കേരളത്തിൽ. അക്കാഡമികൾ വഴിയും ഓൺലൈൻ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയും കൃത്യമായി CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നമ്മളുടെ റിസൾട്ട് കിട്ടിയ വിദ്യാർത്ഥികളെയൊക്കെ നിങ്ങളോട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതൊരു ഗവൺമെന്റ് ജോബ് എന്ന സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഓൺലൈൻ ആയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ PSC പഠിക്കുന്ന പഠന നിലവാരത്തിൽ നമ്മൾ ഇത് പഠിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ സബ്ജക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കൃത്യമായ ചിട്ടയായ പഠനത്തോടു കൂടി നമുക്ക് ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കും. 2 ടയറുകളായിട്ടാണ് ഈ പരീക്ഷ. ടയർ 1 ഈസ് ക്വാളിഫയിങ് നേച്ചർ എക്സാം ആൻഡ് ടയർ 2 ആണ് നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് www.ssc.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ്. നിങ്ങൾക്ക് ഈ സൈറ്റിലൂടെ കയറി 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ കൃത്യമായി ഇത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് SSC CGL എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റാഫ് സെലക്ഷൻ സൈഡിൽ നിന്ന് വരുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ് SSC CGL. സാർ, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പരീക്ഷ എന്ന് ഉറപ്പിച്ചു പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഇതിന്റെ പോസ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കൂ.
SSCGL exam is conducted to fill the vacancies for various Group B and Group C പോസ്റ്റുകൾ. നിങ്ങൾ നോക്കൂ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നല്ല പേ സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മിനിസ്റ്റീരിയൽ പോസ്റ്റുകളും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിഫറൻറ്റ് വളരെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള നിയമനം. ഇനി ആ പോസ്റ്റുകൾ ഏതൊക്കെയാ നിങ്ങൾ നോക്കൂ. അസിസ്റ്റന്റ് ഇൻ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, പ്രിവന്റീവ് ഓഫീസേഴ്സ്, എക്സാമിനർ ഇൻ കസ്റ്റംസ്, സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് ആഗ്രഹിക്കാത്ത, ഈ യൂണിഫോം പോസ്റ്റുകൾ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? പലരും ആരും ചോദിച്ചിട്ടുണ്ട്, സാർ എങ്ങനെയാണ് കസ്റ്റംസിൽ ഒരു ജോലി കിട്ടുന്നത്, CBIയിൽ എങ്ങനെയാണ് ഒരു ഓഫീസർ ആവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഒരു NIA ഓഫീസർ ആവാൻ സാധിക്കുന്നത്, ഒരു ED എന്ന് പറയുന്ന ED റെയ്ഡ് കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, എങ്ങനെയാണ് EDയിൽ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഒരു ജോബ് കിട്ടുന്നത്? കൃത്യമായ ഉത്തരം SSC-CGL എന്ന് തന്നെയാണ്. നിങ്ങൾ അതുകൂടാതെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ, നിങ്ങൾക്കറിയാം BCom ഒക്കെ പഠിച്ച, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച, MCom ഒക്കെ പഠിച്ച കുറേ ആളുകളുണ്ട്. അവർക്ക് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, ടാക്സ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാസ്ക് CBDT, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, പോസ്റ്റ് ഓഫീസിൽ വരുന്ന പോസ്റ്റുകൾ, കമ്പൈലർ ഇൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അങ്ങനെ പല പല ഡിഫറൻറ്റ് പോസ്റ്റുകൾ. ഈ പോസ്റ്റുകൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നിയോ? എല്ലാവർക്കും തോന്നിക്കാണും. മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ മക്കളെ അവിടെ എത്തിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുപോലെ സഹോദരങ്ങളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങളോട് സംസാരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുക, CGLൽ വരുന്ന പോസ്റ്റുകൾ ഇതൊക്കെയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ പോസ്റ്റുകൾ എന്ന് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കത്തിയോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അടുത്തത് ഈ CGL പരീക്ഷയ്ക്ക് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? ഞാൻ പറയുന്നു, എല്ലാ പോസ്റ്റുകൾക്കും, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റുകൾ അല്ലാതെ എല്ലാ പോസ്റ്റുകൾക്കും ബാച്ചിലർ ഡിഗ്രി മതി. അതായത് നിങ്ങളൊരു യൂണിഫോം പോസ്റ്റിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി. ഇനി നിങ്ങൾ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എഴുതാൻ JSO പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം എന്ത് വേണം? 60% മാർക്ക് എന്തിനു വേണം? മാത്സിന് വേണം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ദ സബ്ജക്ട് ഇൻ ഗ്രാജുവേഷനിൽ ആ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവരായിരിക്കണം. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രേഡ് 2 ആണെങ്കിൽ അവിടെയും ഡിഗ്രി ഫോർ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് വിത്ത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്ട്സ് ഉള്ളവർക്കാണ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ബാച്ചിലർ ഡിഗ്രി ഫോർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിമം 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഈ 3 പോസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും എനി ഡിഗ്രി മതി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഈ 3 പോസ്റ്റുകൾക്ക് സം സ്പെസിഫിക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കി പറഞ്ഞ നിങ്ങളുടെ യൂണിഫോം പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് എന്ത് മാത്രം മതി? ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഡിഗ്രി ഉള്ള എല്ലാ ആളും, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണോ? അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇനി പല ആളുകൾക്കും ഏജ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സാധനമാണ്. സർ ഏജ് എത്രയാ? ഞാൻ പറയുന്നു, നോർമൽ ഏജ് 18 to 27 ആണ്. എന്നാൽ ചില പോസ്റ്റുകൾക്ക് 30 വരെ വരുന്നുണ്ട്. യൂണിഫോം പോസ്റ്റുകൾക്കെല്ലാം 20 to 30 അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ള പോസ്റ്റുകളാണ് യൂണിഫോം പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, സാർ നമുക്ക് PSC ഒക്കെ 37 വയസ്സ് വരെ എഴുതാമല്ലോ, എന്തുകൊണ്ടാണ് ഈ യൂണിഫോം പോസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു 27-28 വയസ്സാവുമ്പോഴുള്ള നിങ്ങളുടെ സെലക്ഷനെ കുറിച്ച് ആലോചിക്കുക. യങ്ങർ ഏജിൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എന്തിനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരുപാട് ഏജ് നീട്ടി വെക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു 30 വയസ്സിന് മുമ്പ് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജോബിൽ കയറി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെന്ന് നിങ്ങൾ ചിന്തിക്കുക.
അതുകൊണ്ട് തന്നെ ഈ ഏജ് ലിമിറ്റ് ഉള്ള ആളുകൾ, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും, 30 വയസ്സിൽ താഴെയുള്ള ഏതൊരാൾക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ 30 ഏജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. സം ഏജ് റിലാക്സേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഏജ് ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള പ്രായത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ വർഷം കരസ്ഥമാക്കാൻ പറ്റിയില്ലേ അടുത്ത വർഷം കരസ്ഥമാക്കാൻ പറ്റും. കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് പരീക്ഷ ഓർഡറായിട്ട് നടത്തുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു ആശ്വാസമാണ്. വർഷങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ ഈ വർഷം പറ്റിയില്ല എങ്കിൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയ ഒരു ആത്മവിശ്വാസം നമുക്ക് തരുന്ന കാര്യമാണ്. എന്നാൽ ചില ആളുകൾക്ക് റിസർവേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്, SC ST 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ജനറൽ 10 ഇയേഴ്സ് ഉണ്ട്, OBC അതിൽ തന്നെ 13 വർഷമുണ്ട്, SC ST 15 ഇയേഴ്സ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, എക്സ് സർവീസ് മാൻ ജനറൽ 3 ഇയേഴ്സ് ഉണ്ട്, എക്സ് സർവീസ്മാൻ OBC 6 ഇയേഴ്സ് ഉണ്ട്, SC ST 8 ഇയേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഏജ് റിലാക്സേഷൻ സം സ്പെസിഫിക് കാറ്റഗറി ആളുകൾക്കുണ്ട്. ഈ കാറ്റഗറിയിലുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സംഭവം കത്തിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാർ ഈ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ. SSC CGL 2025 സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22 ഏപ്രിൽ നമുക്ക് എന്ത് വരുന്നു, ഇതിന് നോട്ടിഫിക്കേഷൻ വരും. ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 21 മെയ് 2025 ആയിരിക്കും. ഓൾറെഡി കലണ്ടറിൽ ഈ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ജൂണിൽ ടയർ 1 എക്സാം നടത്തും. ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമുക്ക് ടയർ 2 പരീക്ഷയും ഉണ്ടാവും. അതായത് ഓണം എത്തുന്നതോടൊപ്പം, ഈ വർഷത്തെ ഓണം എത്തുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ 2 പരീക്ഷകളും എഴുതി നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും. അതായത് ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് CGL പരീക്ഷ കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉയർത്തണം. അതിന് ദിശ അക്കാഡമി വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ അക്കാഡമികൾ കേരളത്തിൽ 5 പ്ലേസുകളിൽ അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണ്? ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട് പ്ലേസുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാഡമികൾ വിസിറ്റ് ചെയ്യാം. കൂടാതെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ഓൺലൈനായി നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ദിശയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്കറിയാം, ജസ്റ്റ് യൂട്യൂബിൽ ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദിശ അക്കാഡമിയെ കുറിച്ചുള്ള വെരി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, നോക്കൂ, SSC CGL പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സിലബസ് എന്തൊക്കെയാ? കുറെ ആളുകൾ ചോദിക്കുന്നു. എന്താണ്? നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പഠിക്കുക. നമുക്ക് വേണ്ടത് മെയിൻലി 4 സബ്ജക്റ്റുകളാണ്. 2 പരീക്ഷയ്ക്കും ഈ 4 സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. ഒന്ന് റീസണിങ്ങാണ്, ഒന്ന് ജനറൽ അവയർനെസ്സാണ്, ഒന്ന് മാത്സ് ആണ്, മറ്റൊന്ന് ഇംഗ്ലീഷ് ആണ്. മക്കളെ, 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? ഒന്ന് റീസണിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിന് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 50 മാർക്ക്, 2 മാർക്ക് വെച്ച്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. 100 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. മക്കളെ, വെയിറ്റേജ് നിങ്ങൾ നോക്കണം. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം പോലെയല്ല. മാത്സിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും കൂടെ തന്നെ 75% മാർക്കുണ്ട്. നമ്മുടെ GK എന്ന് പറയുന്നത് 25% മാർക്കാണ്. ടോട്ടൽ അങ്ങനെയാണ് 100% വരുന്നത്. വൃത്തിയായി മനസ്സിലാക്കുക. മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും നന്നായി പഠിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ 75% മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. മാത്സ് നന്നായി പഠിക്കണം, റീസണിങ് നന്നായി പഠിക്കണം, ഇംഗ്ലീഷ് നന്നായി പഠിക്കണം. അപ്പോൾ എന്ത് ഡൗട്ട്, സാർ മാത്സിൽ എന്തൊക്കെയാ പഠിക്കണ്ടേ? ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. റീസണിങ് എന്തൊക്കെയാ പഠിക്കണ്ടേ, ഇംഗ്ലീഷ് എന്തൊക്കെയാ പഠിക്കണ്ടേ, പറഞ്ഞു തരാം. ഏകദേശം 2500ഓളം വീഡിയോ ക്ലാസ്സുകൾ തന്നെ കിടക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ തന്നെ വേറെ ഒരു ചാനലും ഇല്ല. വളരെ അത്ഭുതകരമായി നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഇതാണ് നമ്മുടെ 60 മിനിറ്റ് 1 മണിക്കൂർ നിൽക്കുന്ന ടയർ 1 പരീക്ഷ. മനസ്സിലായോ? ടയർ 1 പരീക്ഷ എന്ന് പറയുന്നത് ഈ എന്താണ്, 1 മണിക്കൂർ നിൽക്കുന്ന ഈ 4 സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന 100 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. ഓൺലൈൻ പരീക്ഷയാണ്. കൃത്യമായി മോക്ക് എക്സാംസ് ഒക്കെ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാളിഫയിങ് എക്സാം പാസ്സാവാം. അതിനുശേഷം വരുന്നത് ടയർ 2 പരീക്ഷയാണ്.
പേപ്പർ 1 കമ്പൽസറി ആയി എല്ലാ എക്സാമുകൾക്കും വേണം. ചില പോസ്റ്റുകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റുകൾ ഉണ്ടല്ലോ, ഞാൻ ആ പറഞ്ഞ JSOയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുടെ പരീക്ഷ, അവർക്ക് പേപ്പർ 2 കൂടി അറ്റൻഡ് ചെയ്യണം. അല്ലാത്തവർക്ക്, അതായത് നോർമൽ ഡിഗ്രി ഉള്ള എല്ലാ ആളുകൾക്കും 2 മണിക്കൂർ 30 മിനിറ്റ് വരുന്ന പേപ്പർ 1 പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. മറ്റവർക്ക് 2 മണിക്കൂർ വരുന്ന പേപ്പർ 2 കൂടി അറ്റൻഡ് ചെയ്യണം. ഇനി ഈ പേപ്പർ 1ഉം പേപ്പർ 2 എന്താണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതാ നോക്കൂ, പേപ്പർ 1 എന്ന് പറയുന്നത് 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. അതിൽ പ്രധാനമായിട്ടും 2 സെക്ഷൻസ്, റൈറ്റിംഗിൽ വരുന്ന 2 സെക്ഷൻസ് ഏതൊക്കെയാ? നമ്മുടെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK വരുന്ന 4 പാർട്ട്. അപ്പൊ നമ്മൾ ടയർ 1ൽ പഠിച്ച അതേ സബ്ജക്റ്റേ ഉള്ളൂ ഇവിടെ. പക്ഷേ സെക്ഷൻ 1ല് ആദ്യം നിങ്ങളെ നടത്തുന്നത് മാത്സും റീസണിംഗും ആയിരിക്കും. 30 ക്വസ്റ്റ്യൻസ് വീതം മാത്സ്, 30 ക്വസ്റ്റ്യൻ റീസണിങ്. ഏകദേശം 90 മാർക്ക് വീതമാണ് കിടക്കുന്നത്. വെയിറ്റേജ് നോക്കി 23% വെയിറ്റേജ്, അതായത് 46% വെയിറ്റേജ് മാത്സ് റീസണിങ്ങിൽ നിന്നുണ്ട്. ഓക്കെ. പിന്നെ സെക്ഷൻ 2ൽ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 45 ക്വസ്റ്റ്യൻ. ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷിന് അത്യാവശ്യം നല്ല വെയിറ്റേജ്, കാരണം 135 മാർക്കും 35% വെയിറ്റേജും വരുന്നത്. പറഞ്ഞു മനസ്സിലായി? 35% വെയിറ്റേജും. പിന്നെ GKയിൽ നിന്നൊരു 19%. അപ്പൊ നമുക്ക് ഇതിൽ എല്ലാ വെയിറ്റേജും പഠിച്ചേ പറ്റത്തുള്ളൂ. ഈ 35% പഠിക്കണം, അതുപോലെ തന്നെ ഈ 90% പഠിക്കണം. 81% ഓഫ് മാർക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ 19% വരുന്ന GK വെയിറ്റേജ് വരുന്ന GK നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ആ പാർട്ടാണ്. ദെൻ കമ്പ്യൂട്ടർ നോളജ് ആണ് സെക്ഷൻ 3ൽ വരുന്നത്. കൂടാതെ ഡേറ്റ എൻട്രി, അതായത് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇത് രണ്ടും ക്വാളിഫയിങ് ആണ്. ഇപ്പോൾ ഈ വർഷം മുതൽ കമ്പ്യൂട്ടറിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റുകളൊക്കെ പലതും കിട്ടുന്നത്. അത്യാവശ്യം കമ്പ്യൂട്ടർ വളരെ സീരിയസ്ലി പഠിക്കണം. അതിന്റെ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ഉള്ള എന്താണ്? ഡേറ്റ എൻട്രി, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ആ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ 1 ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് നോർമൽ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങൾ. ഇനി JSOയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ പേപ്പർ 2ലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേപ്പർ, അത് പഠിച്ചിട്ടുള്ളവർ മാത്രം എഴുതിയാൽ മതി. അല്ലാത്തവർക്കെല്ലാം എന്തു മാത്രമേ ഉള്ളൂ? ഈ CGL ടയർ 2 പരീക്ഷ 2.5 മണിക്കൂർ വരുന്ന പരീക്ഷ മാത്രം എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം ഹാളിൽ നിന്ന് അന്നത്തെ ദിവസം പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാ? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഈ സബ്ജക്റ്റുകൾ ഇത്രേ പഠിക്കാനുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ പഠിക്കണം, ഡേറ്റ ടൈപ്പിങ്ങും ഡേറ്റ എൻട്രിയും പഠിക്കണം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃത്യമായി ഈ സബ്ജക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്നറിയപ്പെടുന്ന SSC CGL എക്സാമാണ്. ഇതിലെ പോസ്റ്റുകൾ, അതിലെ യൂണിഫോം പോസ്റ്റുകൾ, ഇത് നിങ്ങളെ, ആ സർവീസ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സാമിന് വേണ്ടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കും ആവാം ഒരു ഓഫീസർ, ഒരു CBI ഓഫീസർ, ഒരു NIA ഓഫീസർ, ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഓഫീസർ ഒക്കെ ആയി നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. ആ യൂണിഫോം പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വിവരം, ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം. ഈ അവസരം ഏപ്രിൽ 22-ന് വിളിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. കഴിഞ്ഞ വർഷം ദിശ അക്കാഡമിയിൽ നിന്ന് അവരിപ്പോൾ ടയർ 2 പരീക്ഷ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. ടയർ 1 വിൻ ചെയ്ത ആളുകളാണ് ഇവര്. അപ്പോൾ ഇവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, SSC CGL 2025 ഇനി റാങ്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതായത് കഴിഞ്ഞ വർഷം 100 മാർക്കൊക്കെ മേടിച്ചിട്ടുള്ള ആളുകളെയൊക്കെ ദിശ അക്കാഡമി വളരെ പ്രിവിലേജ്ഡ് ആയിട്ടാണ് ദിശ അക്കാഡമിയുടെ 5 സെൻട്രലുകളിലും അവരെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി, ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ വരുന്ന പരീക്ഷ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നും അടുത്ത പ്രാവശ്യം വരുന്ന എക്സാം അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടാതെ നിങ്ങളുടെ കസിൻസ് ആണെങ്കിൽ അവരിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കുറേ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. നമ്മുടെ കേരളത്തിലെ കുറേ ആളുകൾ ഈ പരീക്ഷ എങ്ങനെ എഴുതുന്നതെന്നോ, എങ്ങനെയാണ് ഈ എക്സാം വിളിക്കുന്നതെന്നോ, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ആളുകളിലേക്ക് എത്തിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ പരീക്ഷയുടെ സാധ്യത മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുകയുമാണ് ദിശ അക്കാഡമി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്. നന്നായി ഈ വരുന്ന CGL എക്സാമിന് അപ്ലൈ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.